إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة النور 16-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിചാരാരോപണവുമായി ബന്ധപ്പെട്ടാണിത്. നോക്കൂ നിങ്ങൾ, ഒരു വലിയൊരു യാത്ര കഴിഞ്ഞ് മടക്കയാത്രയിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ വേണ്ടി ദൂരേക്ക് പോയി മടങ്ങി വരുന്ന സമയത്ത് അവിടെ മാല കളഞ്ഞു പോവുകയാണ്. ആ മാല കിട്ടി തിരിച്ചു വന്നപ്പോൾ യാത്രയിലുള്ളവരൊക്കെയും ആ യാത്ര തുടർന്നു കഴിഞ്ഞിരുന്നു. കാരണം ഒരു വലിയൊരു പല്ലക്കിലായിരുന്നു മഹദി യാത്ര ചെയ്തിരുന്നത്. ഹിജാബിന്റെ അകത്ത് ഇറങ്ങിയതിന് ശേഷമായിരുന്നു. അതുകൊണ്ട് ആ പല്ലക്ക് മുഴുവൻ മൂടിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയാണെങ്കിൽ വളരെ കനം കുറഞ്ഞ ഒരു വനിതയായിരുന്നു. അതിനാൽ അതിലാളുണ്ടോ ഇല്ലയോ എന്നറിയാതെ സ്വഹാബികൾ ആ പല്ലക്ക് പൊക്കിയെടുത്ത് ആ ഒട്ടകപ്പുറത്ത് വെച്ച് യാത്ര തുടരുകയാണുണ്ടായത്. അങ്ങനെ സഫ്വാൻ എന്ന് പറയുന്ന ആ സ്വഹാബി അവർ ആ അള്ളാഹുവിന്റെ റസൂൽ നിയമിച്ചതായിരുന്നു. ആരെങ്കിലും ഒഴിഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ അവരെ തേടിപ്പിടിച്ച് കണ്ടുപിടിക്കാൻ അങ്ങനെ പിന്നാലെ പലതും തെരഞ്ഞു വന്ന അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയെ തിരിച്ചറിയുകയും അങ്ങനെ അവരെയും കൂട്ടി ഒട്ടകപ്പുറത്ത് മദീനത്തേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഈ ബന്ധവുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നോക്കൂ, മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു സുലൂൽ വളരെയധികം അങ്ങേയറ്റം നീചവും വൃത്തികെട്ട രൂപത്തിൽ വിചാരാരോപണം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ രംഗത്ത് വന്നത് ഈ ആയത്തിലാണ്. ഈ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, വലൗലായ സമയത്ത് ആ വാർത്ത കേട്ട സന്ദർഭത്തിൽ നിങ്ങൾ ആയിക്കൂടായിരുന്നു, കുൽത്തും നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു, ലാ യകൂനു ലനാ ഞങ്ങൾക്കാകാൻ പാടില്ല, അന്നതകല്ലമ അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു. വേണ്ടാധീനങ്ങളൊന്നും അല്ലെങ്കിൽ വഴിവെട്ടൊന്നും പറഞ്ഞുകൂടാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ബിഹാദ അതിനെപ്പറ്റി സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ് അല്ലാഹുവേ, ഹാദാ അത് ബുഹ്താൻ മുബീൻ വ്യക്തമായ ഒരു കെട്ടുകഥയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു എന്നാണ് അല്ലാഹു അവരെ പറ്റി ഈ സ്വഹാബികളെ ദോഷിക്കുന്നത്. എല്ലാ കാലത്തേക്കുമുള്ള നിയമമാണ്. വിചാരാരോപണം ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് ഈ ആയത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമായി ഈ സൂറത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.